എല്ലാ വണ്ടി മുതലാളിമാർക്കും എൻ്റെ സുഹൃത്തായ ഡ്രൈവേഴ്സുകൾക്ക് എൻ്റെ നമസ്കാരം. ഞാനിപ്പോൾ ഇത് വരാൻ കാരണം തമിഴ്നാട് കണ്ടെയ്നർ വണ്ടി ഓടിച്ചിട്ട് 180 ദിവസം ഓടി, അതായത് 6 മാസം. 30/10/24 തൊട്ട് 30/4/25 വരെ വണ്ടി ഓടിച്ചയാൾ. അതിലിപ്പോൾ 180 ദിവസം 1200 രൂപ വെച്ച് കൂട്ടണമെങ്കിൽ 2,16,000 രൂപയാണ് എൻ്റെ കഷ്ടം, എൻ്റെ ഇത്. അതിൽ അയാൾ ഇട്ട് തന്നിരിക്കുന്ന പൈസ 1,47,000 രൂപ എനിക്ക് കിട്ടുന്നുണ്ട് പേഴ്സണലായിട്ട്. 10 ഐറ്റം, 5 ഐറ്റം, 4 ഐറ്റമൊക്കെ. പിന്നെ 78,550 എനിക്ക് ചിലവിന് വേണ്ടിയിട്ട് 1000, 1,500 അങ്ങനെ ഇട്ടുന്ന പൈസ. അതായത് അയാൾ 1 രൂപ തന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ എഴുതി വയ്ക്കും, നമുക്ക് ആ പൈസ വേണ്ട. ഇല്ലെങ്കിൽ ചോദിച്ചു മേടിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. നാണക്കേടിൻ്റെ കാര്യമില്ല, കാരണം നമ്മൾ കട്ടിട്ടോ മോഷിച്ചൊന്നല്ല, ഉള്ളത് ഉള്ളോണം പറയാം. അങ്ങനെ മൊത്തം വന്നേക്കണത് 78,550, 1,47,000 കൂടി കൂട്ടുമ്പോൾ 2,25,550 രൂപയാണ് ഇത് വരുന്നത്. ഇതാ ഈ കണക്ക്. ഈ 2,25,000 വണ്ടിയുടെ ചിലവുണ്ട്. RTO, അവർ ഗ്രീസ് അടിക്കേണ്ടത്, അങ്ങനെയൊക്കെ വരുമ്പോൾ 39,25 വന്നിട്ടുണ്ട്. 39,025 രൂപ വണ്ടിയുടെ ചിലവ്. 39,025 രൂപ വണ്ടിയുടെ ചിലവ് വന്നിട്ടുണ്ട്. അപ്പോൾ 2,25,000 25,550 39,025 പോയാൽ ബാക്കി 1,85,975 രൂപയുണ്ട്. ഈ 1,85,975 രൂപയിൽ എൻ്റെ 2,16,000 രൂപ എനിക്ക് ബത്ത തരണം. അതായത് ഡെയിലി 1,200 രൂപ വെച്ച്. അതിലെനിക്കിനി ബാലൻസ് അയാൾ തരാനുള്ളത് 30,025 രൂപയാണ് എനിക്ക് തരേണ്ടത് ബാലൻസ്. അത് ഞാൻ 25 രൂപ എന്ന് പറഞ്ഞു, എനിക്ക് 25 തന്നാലും മതി, ബാക്കി അയാൾ എടുത്തോട്ടെ. നമുക്കതിൽ യാതൊരു കുഴപ്പമില്ല. കാരണം ഇപ്പോഴാണ് ഞാൻ കണക്കൂട്ടിയത്. ഇനി കണക്കൂട്ടുകയാണെങ്കിൽ നമുക്ക് 6ാം ക്ലാസ്സിനെ പഠിച്ചിട്ടുള്ളൂ, ചിലപ്പോൾ എഴുതിയിൽ കണക്കുകൾ തെറ്റിപ്പോൾ. അപ്പോൾ ഇതിലിപ്പോൾ കണക്കൂട്ടിയതിൽ ഞാൻ പറഞ്ഞിരുന്നത് 45,000 രൂപയിൽ 19 തന്നു, 27,000 രൂപയിൽ ബാലൻസ് ആണ്. ഇപ്പോൾ കണക്കൂട്ടിയപ്പോൾ 30,025 രൂപയ്ക്ക് തരുന്ന ആൾ. ഞാനിപ്പോൾ കാലത്ത് 2 പ്രാവശ്യം വിളിച്ചു ആൾ. 2 പ്രാവശ്യമല്ല, കാലത്ത് വന്നിട്ടൊരു 7:30 ഞാൻ വിളിച്ചു. രമ്യതയിൽ തീർന്ന് പോകണേ ഞങ്ങൾ പൊക്കോട്ടെ. അപ്പോൾ അയാൾ പറഞ്ഞു 11 മണിക്ക് വിളിക്കാമെന്ന്. 11 മണിക്ക് വിളിച്ചപ്പോൾ അയാൾ പറയണത് ഞാൻ പറഞ്ഞ അണ്ണ, നിങ്ങൾ വർത്തമാനം പറയാൻ വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വർത്തമാനം പറഞ്ഞുകൊണ്ടേ ഇരിക്കും. എനിക്ക് ഒരാഴ്ച കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടിയിൽ നിന്ന് വന്നിട്ട് കഴിഞ്ഞ ഞായറാഴ്ച പോകുന്നതാണ്. നിങ്ങൾ അത്രയ്ക്ക് സ്നേഹമുള്ള വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ അത്രയ്ക്ക് എന്നോട്, ഞാൻ നിങ്ങളുടെ വണ്ടി ഓടിച്ചാണ് രാവിലെ പകലില്ലാണ്ട് അത്ര സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ മനസ്സോടെ ഞാൻ കുറച്ച് പൈസ വിട്ടിട്ടുണ്ട്, ഞാൻ ഇനി കുറച്ച് ഞാൻ വിട്ട് തരാം. അല്ലെങ്കിൽ ഇത് എഴുതണം നിൻ്റെ ബാലൻസ് കണക്ക്, അല്ലെങ്കിൽ ഞാൻ ഇത് എങ്ങനെ എടുത്തു, നമുക്കതിൽ കുഴപ്പമില്ല, മനുഷ്യരാണ്. ഇതുവരെയും അയാളൊരു വാക്ക് സംസാരിച്ചിട്ടില്ല എന്നോട്. ഈ തൃശ്ശൂരിൽ നിന്ന് പോലീസുകാർ വിളിച്ചിട്ട് വരെ എന്നെ വിളിച്ചിട്ട് അവർ 2 കൂട്ടുകാർ, ഞാൻ പോലീസാണ്, സ്റ്റേഷനിൽ നിന്ന് വിളിക്കണം, ഞാൻ നിങ്ങളെ കാശ് മേടിച്ച് തരാം, അങ്ങനെ എന്നൊക്കെ പറഞ്ഞു വൈകുന്നേരം വരെ എന്നെ അവർ ഇട്ട് മാട്ടി. എനിക്കതിൽ കുഴപ്പമില്ല, കാരണം തമിഴന്മാരാണ്, അവർ ഉടായ്പ കാണിക്കും. ഇതിൽ പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളും ഉണ്ട് ഇതിൽ. അത് കഴിഞ്ഞ് ഇന്ന് സംസാരിച്ചപ്പോൾ സംസാരിക്കാൻ സമയം എന്താ ഞാൻ പറഞ്ഞ സംസാരിക്കാൻ സമയം എന്തിനാ? ചേട്ടനിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു, എന്നിട്ട് ചേട്ടൻ എൻ്റെ പൈസ തരാൻ പറ്റില്ലെങ്കിൽ ഞാൻ എന്തിട്ട് ചേട്ടൻ എന്തിട്ട് ഞാൻ പറയേണ്ടത്? ഞാൻ വേറെ പൊട്ട വർത്തമാനങ്ങളായിട്ടൊന്നും പറയട്ടില്ലടാ. നല്ല രീതിയിലുണ്ടെങ്കിൽ നല്ല രീതിയിൽ പോകട്ടെ. കൂട്ടുകാരന്മാരൊക്കെ പറഞ്ഞത് അത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണെങ്കിൽ അത് അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ അത് നല്ല ഇതിൽ വിളിച്ചപ്പോഴും അയാളപ്പോഴേ എന്നെ തല്ലല്ല,
അച്ഛാ ഞാൻ നന്നാവില്ല എന്ന് പറയണ വീട് തന്നെയാണ് ഇപ്പോൾ ആൾ സ്വീകരിച്ചിരിക്കുന്നത്. അയാൾ പേസ വിടുന്ന പറയണത്. ഞാൻ എന്തുറ്റ എൻ്റെ സുഹൃത്തുക്കളെ ചെയ്യേണ്ടത് എന്ന് ഞാൻ പറഞ്ഞതാണ്. അയാളെ വണ്ടി കൊച്ചിയിൽ എരമല്ലൂർ വരണതാണ് നെസ്ല കമ്പനിയിൽ. അതുപോലെ നമ്മുടെ ആലുവ പറവൂർക്കാവിൽ ഒരു പാർക്കിംഗ് ഉണ്ട്, അവിടെ വന്ന് കിടക്കുക. മിത്രാന വണ്ടിയുടെ പേര്. നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ഈ വണ്ടി കാണുകയാണെങ്കിൽ എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് കിട്ടണമെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കുക. കാരണം അത് സ്റ്റേഷനിൽ കേസാക്കിയിടാനാണ്. അല്ലാണ്ട് ഇയാൾ പൈസ ഇല്ല, ഉടായ്പിൻ്റെ ഉസ്താദാണ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു, ഞാൻ പെട്ടുപോയി. അതിൽ നമ്മുടെ കൂട്ടുകാരനാണ് പ്രദീപ്, അവനും വേണ്ട ആൾക്കാരാണ്, മനസ്സിലാവണ്ട. അവൻ നമ്മളെ ഇത് മലയാളി ഇതാണെങ്കിൽ അവനെന്നത് പറഞ്ഞു എന്നാൽ അവൻ്റെ പൈസ കൊടുത്തു കൊടുക്കും ഇല്ലേ. അപ്പോൾ അവൻ്റെ വീട് വരുമ്പോൾ വരാം പ്രദീപ് എന്നുള്ളത്. അവനും ഫ്രോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നല്ലവനാണെങ്കിൽ അവനത് പറഞ്ഞ് എന്നെ കയറ്റിയാണ് അവനായി. അപ്പോൾ അതിൻ്റെ ബാധ്യത അവനുണ്ട്. അയാളൊപ്പം എന്നെ വർത്താനം പറയുന്നു. അയാളവിടെ വർഷാപ്പാർക്ക് കാശ് കൊടുക്കാണ്ട് അയാളെ വണ്ടി അവിടെ നാമക്കല്ലിൽ വണ്ടി പണിയില്ല, ഉടായ്പണിയാണ് ഈ ജഗ്മോഹൻ എന്ന് പറഞ്ഞിട്ട്. അയാൾ എന്നല്ലാതെ അയാൾ മറ്റേ പോസ്റ്റ് വിട്ടിട്ടുണ്ടായിരുന്നു 1,98,000 രൂപ. പക്ഷെ അയാൾ എങ്ങനെ കണക്കൂട്ടിയാലാണെങ്കിൽ പൈസ തരാണ്ട്. ഇപ്പം ഞാൻ കണക്കൂട്ടിയപ്പോൾ 25 കഴിഞ്ഞിപ്പോൾ 30, 25 എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് ആരെ കൊണ്ടെങ്കിലും കൂട്ടിച്ച് വരികയാണെങ്കിൽ അത് അതിലും കൂടും. നമുക്കത് വേണ്ട. ഞാൻ 25 പറഞ്ഞാൽ അത് തന്നാൽ മതിയാണ്. എനിക്കതിൽ യാതൊരു വിരോധമില്ല. കാരണം എത്രയോ പൈസ നമ്മുടെ ഇത് കളവ് പോകണം, വണ്ടിയിൽ നിന്നും പോകണം, മൊബൈലൊക്കെ പോകണല്ലേ. നമുക്കതിൽ കുഴപ്പമില്ല. എനിക്കത് കിട്ടിയ എൻ്റെ ഉമ്മാനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം. എൻ്റെ കാല് പുറത്തിട്ടില്ല. ഒരുപാട് കാര്യമുണ്ട്. TN 52J3976 ആണ് വണ്ടിയുടെ നമ്പർ. മിത്രാൻ റോഡ് കാരിയറാണ് വണ്ടിയുടെ നെയിം. സൈഡിലൊക്കെ എഴുതിയിട്ടുണ്ട്. എൻ്റെ കൂട്ടുകാരന്മാർ ചിലപ്പോൾ ഈ വണ്ടി കണ്ടിട്ടുണ്ടാവും. ഇതാണ് വണ്ടി. അയാൾക്ക് 10-20 വണ്ടികളുണ്ട്. അയാൾ ഫോൺ എന്തെങ്കിലും നമ്മൾ സംസാരിച്ച് അപ്പോൾ ഫോൺ കട്ടി ഫോണറും. അതായത് എല്ലാവരെയും ആൾ പറ്റിക്കും. ഞാനത് പെട്ടുപോയാണ്. കാരണം നമുക്ക് പണ്ടത്തെ 6 പേർക്കൊന്നും എടുക്കാൻ ശരിയാവും. നമ്മൾ നേരെ വഴിക്ക് പോകാമെന്ന് ഞാൻ ചിന്തിക്കണം എപ്പോഴും. അയാൾ എന്നെ തല്ലല്ല, അച്ഛാ ഞാൻ നന്നാവില്ല എന്ന് പറഞ്ഞാൽ അയാൾ നടക്കണം. ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത് എൻ്റെ സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് പറഞ്ഞതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഈ വണ്ടി ആലുവയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കുക. ഞാനിപ്പോൾ കമ്മീഷൻ ഓഫീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഇരിങ്ങാലക്കുട റൂറൽ SP സാറിന് ഇവിടുന്ന് പരാതി പോയിട്ടുണ്ട്. അവിടെ നിന്ന് CA എന്നെ വിളിച്ച് സംസാരിച്ചു. അവർ വിളിച്ചിട്ട് വരെ ഫോൺ എടുക്കുള്ളതാണ്, മനസ്സിലാകണം. അവർ സംസാരിച്ചിട്ട് പൈസ മേടിച്ചതാണെന്ന് പറഞ്ഞാൽ CA സാർ പറഞ്ഞതിനോട്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ട് അവൻ ഫ്രോഡ് തരം കാണിക്കണവൻ, ഫ്രോഡവൻ. അപ്പം ഞാൻ ഞാൻ ഈ കണക്ക് ഇതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് പറയാം. ഞാൻ തൃശ്ശൂർ പടിഞ്ഞാറക്കോട്ടയിലുണ്ട്. ഏത് സമയത്ത് ഏത് രാത്രി വിളിച്ചാൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും. കണക്കും കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട്. നമ്മൾ അതിലൊരു ഇതും ചെയ്യുന്നില്ല. നിങ്ങൾ കണക്കൂട്ടാൻ എങ്ങനെയെങ്കിൽ നിങ്ങൾ നോക്ക്. തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറയണമാതിരി ഞാൻ അനുസരിക്കാം. ഇപ്പോൾ ഞാൻ 25 ബാലൻസ് ഉള്ളൂ. ഇപ്പോൾ ഇതിൽ കണക്കൂട്ടിയത് 30ആയി. ഇപ്പോൾ എനിക്ക് 30 വേണ്ട, അയാൾ എടുത്തോട്ടെ. 25 എന്നാലും മതി. എൻ്റെ ബാലൻസ് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ പൈസയ്ക്ക് കിട്ടിയാലും മതി. എനിക്ക് യാതൊരു വിഷമമില്ല. ഒരാഴ്ച അയാളെ വണ്ടിയിൽ നിന്ന് പോയിട്ട് അയാൾ മനുഷ്യപ്പറ്റുള്ളതാണെങ്കിൽ ഈ പൈസ മനസ്സോടെ ഇത്ര ഞാൻ ഇടുന്നിട്ടാ, അല്ലെങ്കിൽ ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് ബാക്കി ഇട്ടരടാ എന്ന് പറയാനുള്ള ഒരു സാമാന്യ മര്യാദ ഇല്ല അയാൾക്ക്, അല്ലേ? അപ്പോൾ തമിഴന്മാരൊക്കെ ഈ ഉടായ്പ് എല്ലാവരും ഞാൻ പറയുന്നില്ല, നല്ലവരുണ്ടെങ്കിൽ. പക്ഷേ ഈ നല്ലവരും അതിൽ പെടില്ലേ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ കാണണമെങ്കിൽ എനിക്ക് കഴിയുന്നത് ഹെൽപ്പ് ചെയ്യാം. ഈ മിത്രാൻ വണ്ടി റോഡ് കാരിയർ വണ്ടി കാണണമെങ്കിൽ എവിടെയെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കുക. അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരുണ്ട് ആലവർ നാസർ എന്ന് പറഞ്ഞിട്ട്, അയാൾ കഴിച്ചാൽ അയാളവിടെ ബ്ലോക്ക് ചെയ്തിടും വണ്ടി. ഈ വണ്ടി ഇയാളെ വണ്ടി വിടരുത്. കാരണം ഉടായ്പ് ഇത്. അതുപോലെ പണ്ടൊക്കെ ഇയാൾ ഒരു നമ്പർ വെച്ചിട്ട് 2-3 വണ്ടിയൊക്കെ ഓടിച്ചതെന്ന് പറയേണ്ട. അവിടെ ഒരു നമ്പറുമ്പോൾ തന്നെ 3-4 വണ്ടി ഓടിക്കുകയാണ്. അങ്ങനത്തെ ഉടായ്പ ടീമനാട്ടി വ്യക്തി എന്നെ തല്ലാൻ 2 ഗുണ്ടകളെ കൊണ്ടുവന്നു. എന്നെ തല്ലി. എനിക്ക് പറ്റാമെന്ന് ഞാൻ ചെയ്തു. ഞാൻ ഓടിപ്പോന്നാണ് കിട്ടും. എൻ്റെ ഈ തൃശ്ശൂർ ഹോസ്പിറ്റൽ അഡ്മിറ്റായി. അവിടുന്ന് എയ്ഡ് പോസ്റ്റിൽ പോലീസ് സാറ് അവർക്ക് ഇതാക്കി. അവർ വിളിച്ചിട്ട് അവിടെ നിന്ന് ഞാൻ പോലീസുകാർ വിളിച്ചെന്നെ. അത് കഴിഞ്ഞ് പിന്നെ 2 ടീമുകൾ വിളിച്ചു പോലീസ് എന്ന് പറഞ്ഞിട്ട്. അത് വൈകുന്നേരം ഞാൻ വിളിച്ച് അവരോട് അയക്കണം. അവരോടാണ് ഞാൻ പോലീസെല്ലാം അങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തിട്ട് ഇപ്പോൾ ഞാനിട്ട് ഇവിടെ SP സാറിനോട് പറഞ്ഞത് ആ നമ്പറും കൊടുത്തിട്ടുണ്ട് അവർക്ക്. അപ്പോൾ ഈ ജാതി കൂടെ അയപ്പണം കാണിച്ചിട്ടുണ്ടെങ്കിൽ
അപ്പോൾ എന്നെ ചെയ്യാവുന്നത് എന്നെ ഹെൽപ്പ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് തമിഴ്നാട് ലോറി ഓണേഴ്സിലേക്കും വിടും, ഒക്കെ വിടും ഞാനിത്. കാരണം ഇത് അയാളറിയണത്. അപ്പോൾ ശരി, ഇത്രയും നേരം ഞാനോട് സഹകരിച്ചതിന് നന്ദി. എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യും.